BJPയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രശ്നം വിദ്യാർത്ഥി സമരമാണെങ്കിൽ കേരളത്തിൽ സംസ്ഥാനത്ത് വലിയ തരത്തിലെ പ്രശ്നമായി ഉയരുന്നത് BJPക്ക് അകത്തുള്ള പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ 1-2 മാസമായി ഈ പ്രശ്നങ്ങൾ വലിയ ചർച്ചയായി മാറുകയാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് കൊടിത്തോരണങ്ങൾ വാങ്ങിയ കാര്യത്തിലും ഹെലികോപ്റ്റർ ഇടപാട് ചെയ്ത കാര്യത്തിലും ഉച്ചഭാഷണികൾ ഇടപാട് ചെയ്ത കാര്യത്തിലുമൊക്കെ ചില നേതാക്കന്മാർ ഇടനിലക്കാരായി നിന്നുകൊണ്ട് കമ്മീഷൻ തട്ടി എന്നാണ് പരാതി. 2024 കണക്കുകൂടി പരിശോധിച്ചുകൊണ്ടാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ 2021 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴേക്കും ഹെലികോപ്റ്റർ ഇടപാടിന് അന്ന് 30 ലക്ഷം രൂപയ്ക്ക് അടുത്തായിരുന്നെങ്കിൽ ഇത്തവണ അതിലും കുറച്ച് പൈസയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു എന്നാണ് പുതിയ ഒരു പരാതി. അതായത് ഏകദേശം 7-8 ലക്ഷം രൂപയുടെ വെട്ടിപ്പ് 1 മണിക്കൂർ സമയം ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന് നടത്തിയിരിക്കുന്നു എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ പരാതി. മറ്റൊരു പരാതിയാകട്ടെ വലിയ തരത്തിൽ ഫണ്ട് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക തിരിമറി നടത്തിയിരിക്കുന്നത് കൊടിതോരണങ്ങൾ കെട്ടുന്ന കാര്യത്തിലെന്നാണ്. അങ്ങനെ ഓരോ തരത്തിലല്ലെങ്കിൽ പലതരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് BJPക്കകത്ത്. എന്തായാലും സംസ്ഥാന സമിതി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. വലിയ വികാരത്തോടു കൂടി തന്നെ സംസ്ഥാന അധ്യക്ഷൻ കാര്യങ്ങൾ പറഞ്ഞു. ഇടപാടുകൾ സുതാര്യമായിരിക്കണം എന്ന് നേരത്തെ തന്നെ അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ പറഞ്ഞതാണ്. ഒരു വിധത്തിലുള്ള അഴിമതിയും സംസ്ഥാനത്ത് വെച്ചുപൊറിപ്പിക്കാൻ അനുവദിക്കത്തില്ല എന്ന് അദ്ദേഹം രാഷ്ട്രീയപരമായി പ്രഖ്യാപനം നടത്തിയതിനൊപ്പം തന്നെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളും കൃത്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രവുമല്ല, പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ പ്രത്യേകിച്ചും പൈസ തിരിമറി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ അവർക്കെതിരെ കൃത്യമായ നടപടിയെടുത്തിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വീണ്ടും കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സമിതി യോഗത്തിൽ അദ്ദേഹം അതുതന്നെ ആവർത്തിച്ചിരിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വിധേയരാവുകയാണെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന്. മാത്രവുമല്ല, ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആർക്കെതിരെയാണോ ആ ആൾക്ക് വേണമെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കാമെന്ന് കൂടി പറഞ്ഞിരിക്കുന്നു. അതതിൻ്റെ അർത്ഥം ഇതുവരെ BJPക്കകത്ത് ഇങ്ങനെ പറയുന്ന ഒരു സംഭവങ്ങളും അല്ലെങ്കിൽ സാമ്പത്തിക തിരിമറികളോ അല്ലെങ്കിൽ പണാപഹരണങ്ങളോ ഒന്നും നടന്നിട്ടില്ല എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതിൻ്റെ അർത്ഥം ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ BJPയിൽ എല്ലാ കാര്യങ്ങളും സുതാര്യമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ 1 മാസമായി BJPക്കകത്തുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ശബ്ദരേഖകളായും ചില കമ്പനികളുടെ ബില്ലുകളായും അല്ലെങ്കിൽ അച്ചടിക്കാൻ കൊണ്ടുപോയ പ്രസിലെ ബില്ലുകളുമൊക്കെ പുറത്തിറങ്ങിയായിരുന്നു അല്ലെങ്കിൽ പുറത്തു വിട്ടുകൊണ്ടായിരുന്നു ഒരു വിഭാഗം വലിയ തരത്തിലുള്ള ചർച്ചകൾ നടത്തിയത്. അത് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെയൊക്കെ തള്ളിപ്പറയുകയാണ് സംസ്ഥാന അധ്യക്ഷൻ. മാത്രവുമല്ല, കർശനമായ നടപടി സ്വീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി തന്നെ ഒരു വിഭാഗം നേതാക്കൾ ആകെ മൗനത്തിലായിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇത് ഒരു ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗം എന്നാണ് എല്ലാവരും പറയുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി BJPക്കകത്ത് ഒരു വിഭാഗം അത്ര സന്തോഷത്തിലല്ല, അസന്തുഷ്ടരാണ്. പ്രത്യേകിച്ചും അവർക്ക് ചില കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല. സംസ്ഥാന തലത്തിലെ ചില പരിപാടികളിൽ കാര്യമായുള്ള അവസരം അവർക്ക് ലഭിക്കുന്നില്ല. ഇങ്ങനെ തുടങ്ങി നിരവധിയായ പരാതികൾ അവർക്കുണ്ടായിരുന്നു. ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത്. ഇതെല്ലാം അടക്കം പറച്ചിലുകളാണ്. പൊതുവേദികൾ ഇവരാരും തന്നെ ഒന്നും പറയുന്നില്ല. കാരണം ഇവർക്കെല്ലാം സംസ്ഥാന അധ്യക്ഷനെ അല്പം ഒരു പേടിയുണ്ട്. എന്തായാലും നടപടി ഉണ്ടാകും എന്നുള്ള പേടി. മാത്രവുമല്ല, ദേശീയ നേതൃത്വത്തിൻ്റെ വലിയ പിന്തുണ സംസ്ഥാന അധ്യക്ഷനുള്ള ഒരു സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷനെതിരെയോ സംസ്ഥാന കമ്മിറ്റിക്കെതിരെയോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപടിയാകുമെന്നുള്ളൊരു പേടി കൂടി ഉള്ളതുകൊണ്ട് ചില അടക്കം പറച്ചിലുകളാണ്, ചില ആളുകളോട് കാര്യങ്ങൾ പറയുന്നതാണ് ഇപ്പോൾ നടക്കുന്നത്. അത് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്യുന്നു. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും BJP ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഒരു അന്വേഷണത്തിനൊന്നും തയ്യാറല്ല. പക്ഷേ പരാതി ഉണ്ടെങ്കിൽ ആ പരാതികൾ എഴുതി നൽകണം അല്ലെങ്കിൽ പറയണം എന്ന് അധ്യക്ഷൻ പറയുന്നുണ്ട്.
അങ്ങനെ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ നടപടിയിലേക്ക് പോകുമെന്നുള്ള സൂചനകളുമുണ്ട്. പക്ഷേ ആരും പരാതി നൽകാൻ തയ്യാറല്ല. ഇതിനെല്ലാം അപ്പുറത്തേക്ക് BJP കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഒരു കാര്യം മുന്നോട്ട് വെച്ചത് എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പിനുള്ള, അതായത് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങാനാണ്. സംസ്ഥാന നേതൃത്വം അതിനുള്ള തയ്യാറെടുപ്പിലുമാണ്. വരും ദിവസങ്ങളിൽ ചില സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ തന്നെ പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും തൃശ്ശൂരുമൊക്കെയാണ് അവർ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളായി കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ 2ാം സ്ഥാനത്ത് തിരുവനന്തപുരത്ത് BJP എത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്യാൻ തിരുവല്ലയിൽ അനൂപ് ആന്റണിക്ക് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് BJP ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇവരോടൊക്കെ പ്രത്യേകിച്ചും K. സുരേന്ദ്രനോട് ആറ്റിങ്ങലിൽ തൻ്റെ പ്രവർത്തനം തുടങ്ങാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുവഴി 2 കാര്യങ്ങളുണ്ട്. സംസ്ഥാന അധ്യക്ഷനോടൊപ്പം പിണങ്ങി നിൽക്കുന്ന ആളുകളെ ഒപ്പം നിർത്താൻ കഴിയും എന്നുള്ളൊരു നീക്കം കൂടിയാണ് ഇത്. കാരണം ഇനി അവർ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ആളുകൾക്ക് അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു അവസരം ലഭിക്കുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട മണ്ഡലം നൽകാൻ തീരുമാനിക്കുന്നു. അതുവഴി BJPക്ക് അകത്തുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള വലിയ ബുദ്ധിയും ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ BJPക്കകത്ത് ഇപ്പോൾ ചെറിയ ചെറിയ ചർച്ചകളായി നടക്കുന്ന ഫണ്ട് തിരിമറികളൊക്കെ പുറത്തു വരും എന്നുള്ളത് ഉറപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ നടപടികളൊന്നും വേണ്ട എന്നാണ് BJPയുടെ തീരുമാനം. കാരണം തിരുവനന്തപുരം നഗരസഭയിൽ പ്രശ്നങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ 50 പേരാണുള്ളത്, അല്ലെങ്കിൽ 50 പേരുടെ പിന്തുണയാണുള്ളത്. ഒരു ആൾ അല്ലെങ്കിൽ ഒരു കൗൺസിലർ ഇപ്പോൾ കാപ്പ ചുമത്തി ജയിലിലാണ്. അദ്ദേഹം പുറത്തായതുകൊണ്ട് തന്നെ ഭരണപരമായ ചില പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി നിൽക്കുന്ന സാഹചര്യത്തിൽ BJPക്കകത്ത് ഒരു പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷന് താല്പര്യമില്ല. പക്ഷേ നടപടികളിലേക്ക് പോകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അദ്ദേഹം അതിനുള്ള നീക്കങ്ങൾ ചില വഴികളിലൂടെയൊക്കെ നടത്തുന്നുണ്ട്. ഇതിൽ ഇപ്പോഴും BJPയിലെ ഒരു വിഭാഗം നേതാക്കൾക്കുള്ള പരാതി, സംസ്ഥാന അധ്യക്ഷനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് വലിയ തരത്തിലുള്ള പിന്തുണ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്നാൽ ഒരു വിഭാഗത്തിന് അത്ര വലിയ പിന്തുണ ലഭിക്കുന്നില്ല എന്നാണ്. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം BJP വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. മന്ദഗതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട സമരങ്ങൾ നടത്തുന്നില്ല എന്നൊക്കെയുള്ള വലിയ പരാതികൾ അവർ ഉന്നയിക്കുന്നുമുണ്ട്. വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ BJPക്കകത്തൊരു ശുദ്ധികലശത്തിൻ്റെ സാധ്യതകളുണ്ടോ, ഒരു അഴിച്ചുപണിയുടെ സാധ്യതകളുണ്ടോ എന്നൊക്കെ പിന്നീട് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എങ്കിൽ തന്നെയും BJPയുടെ സംസ്ഥാന അധ്യക്ഷന് പൂർണ്ണ പിന്തുണയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം നൽകുന്നത്.